ലോക വനിതാ ദിനത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ മഹാസംഗമം നടത്തിയ ആശാവർക്കർമാർ അനിശ്ചിതകാല സമരത്തിന്റെ 27ാം ദിനത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരവേദിയിലേക്ക് ആശാമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വനിതാ സംഘടനകളുടെ പ്രതിനിധികളെത്തി. സമരത്തിന് ഐക്യദാർഢ്യവുമായി ആനി രാജയും രംഗത്തെത്തി. സമരക്കാരുമായി ചർച്ച നടത്തുമെന്ന സൂചന മന്ത്രിയും നൽകി. വനിതാ ദിനത്തിലെ പ്രതിഷേധ സംഗമത്തിൽ ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ പതിവ് ശൈലിക്ക് മാറ്റമുണ്ടായിരുന്നില്ല. വേനൽ ചൂടിന്റെ ആലസ്യം മറികടക്കാൻ ഒന്നിച്ചു പാടിയും കൈകൾ കൊട്ടിയുമാണ് സമരാവേശം. ചലച്ചിത്ര പ്രവർത്തകയും എഴുത്തുകാരിയുമായ ബറോമിത ഓറ സംഗമത്തിന്റെ ഉദ്ഘാടകയായി. സമരത്തിന് പിന്തുണയറിയിച്ച് അരുന്ധതി റോയിയും ദിവ്യ പ്രഭയും കനി കുസൃതിയും റിമ കല്ലിങ്കലും ഉൾപ്പെടെയുള്ള പ്രമുഖർ രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ സമരത്തിലൂടെ യഥാർത്ഥത്തിൽ വനിതാ ദിനം എന്താണ് എന്ന് ഒരിക്കൽ കൂടി ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള അഭിമാനം ഞങ്ങൾക്കുണ്ട്. സമരം ശക്തമായി തുടരുമ്പോഴും ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. വനിതാ ദിനത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കണമെന്ന് ആനി രാജ. ആശാ വർക്കർമാരുടെ സമരം അത് ഈ കേരളത്തിലെ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോൾ ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും ഒക്കെ തന്നെ അവരെ ന്യായമായ കൂലി ചോദിച്ചുകൊണ്ട് അവർക്ക് തൊഴിലാളി എന്നുള്ള അംഗീകാരം ലഭിക്കുന്നതിനുള്ള സമരത്തിലാണ്. ആ സമരത്തോട് ദേശീയ മഹിളാ ഫെഡറേഷൻ ഐക്യപ്പെടുകയാണ്. അവരോടൊപ്പം സമരങ്ങളിൽ പങ്കെടുക്കുന്ന സംഘടനയാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ. Minister who is very pro woman. I think he is one of the most pro women chief ministers in the whole country. And I congratulate the women of Kerala, the women of India and all over the world on this happy occasion of International Women's Day. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആശമാരുടെ സമരം ഒരു മാസം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാകുമ്പോഴും അനുനയ ശ്രമങ്ങൾക്ക് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. സർക്കാരിന് പിടിവാശിയില്ലെന്നാണ് ഇന്ന് മന്ത്രിയുടെ പ്രതികരണം. ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ 2 തവണ, അതായത് ഒരു ഓഫീസേഴ്സ് തലത്തിൽ, ഹയർ ഓഫീസേഴ്സ് തലത്തിലും ഞാനും ചർച്ച നടത്തി. ഇതിലൊന്നും ഒരു പിടിവാശിയും സർക്കാരിനില്ലല്ലോ, ഒരു പിടിവാശിയില്ല. ആശമാര് യഥാർത്ഥത്തിലുള്ള ആശമാർ, അങ്ങനെയാണ് ഞാൻ പറയുക. യഥാർത്ഥത്തിലുള്ള ആശമാർക്ക് അവരോട് ഞാൻ ഇടപെടുന്നതും സർക്കാർ ഇടപെടുന്നതും അവരെന്നോട് ഇടപെടുന്നതും ഒക്കെ അവർക്ക് അറിയാം. ആ ചർച്ചയിലും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയായിരുന്നു. സമരം ഒത്തുതീർപ്പാക്കണമെന്ന മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ സമ്മർദ്ദമേറുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.